ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ബോട്ടിയാണ്. ബോട്ടി ഉലർത്തിയത്, ബോട്ടി റോസ്റ്റ് എന്നാണ്, ബോട്ടി ഫ്രൈ എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഞാനത് ക്ലീൻ ചെയ്യാൻ നല്ല പണിയാണല്ലോ. പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഞാനും ഹസ്ബൻഡും കൂടി അതിൻ്റെ പുറത്തുള്ള എല്ലാം കളഞ്ഞിട്ട് വെച്ചിരുന്നു. ഇപ്പം 2-3 തവണ തിളപ്പിച്ചെടുത്തു അതിൻ്റെ പുറത്തുള്ള കറുപ്പും ഇതൊക്കെ കളയാൻ. ഇപ്പം ഞാൻ പുറത്ത് തന്നെ വെച്ചത് ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ മൊത്തം നല്ലപോലെ ക്ലീൻ ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ആരും കൂട്ടിയൊന്നുമില്ല. ഞാൻ കൂട്ടി, എൻ്റെ ബ്രദർ കൂട്ടി, ഹസ്ബൻഡിന് ഇഷ്ടമാണ്. പക്ഷെ അത് ക്ലീൻ ചെയ്ത് വന്നപ്പം എന്തോ ഒരു വല്ലായി. എന്നിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് പിന്നെ പീസാക്കിയിട്ടൊക്കെയാണ് കിട്ടുന്നത്. ഇതിപ്പം വലിയ ഇതാണ്, അത് നമ്മൾ പീസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട്, അല്ലെങ്കിൽ അകത്ത് ഭയങ്കര മണമൊക്കെ ആയിരുന്നു. പിന്നെ സ്മെല്ലൊക്കെ പോയി, എല്ലാം പോയിട്ടുണ്ട്. ഞാനെല്ലാം നല്ല പോലെ ഇപ്പോൾ വെള്ള കുട്ടപ്പനായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല പോലെ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പില്ലേ, ചുണ്ണാമ്പോ കുമ്മായോ ഒക്കെ ഇട്ട് തേച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളകി കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാലും ഒരു 2-3 മണിക്കൂർ എടുത്ത്. ഒരു ഫുൾ പോത്തിൻ്റെ ഉണ്ടായിരുന്നു, എല്ലാം എടുത്തില്ലെന്ന് തോന്നുന്നു, ഒരു പകുതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. കറി വെക്കാൻ വേണ്ടി കുറച്ചെടുത്ത് ശരിയാക്കുന്നതാണ്, റോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് കുമ്മായം ഒക്കെ ഇട്ട് പുരട്ടി, പിന്നെ അത് ശരിയാക്കി കഴിഞ്ഞ് നമ്മൾ കടലമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേച്ച് പുരട്ടി എടുക്കണം. എന്നാലും അതിനൊരു ഉളുമ്പ് മണമുണ്ട്, അതൊക്കെ മാറി കിട്ടും. അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തത്. ഇപ്പം ഞാനിത് ചട്ടിയിലോട്ടിട്ട് ലാസ്റ്റ് കറി വെക്കാൻ വേണ്ടി ഇതൊന്നുകൂടി കഴുകിയെടുക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് പല തവണ അങ്ങനെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ക്ലീൻ ചെയ്ത് ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കേണ്ടത്. സാധാരണ ഇറച്ചി വേവിക്കുന്ന പോലെയൊക്കെ ഒരു 5-8 വിസിലെങ്കിലും വെക്കണം. ഇതിപ്പം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ടിട്ട് നമുക്ക് അതിലോട്ട് കുരുമുളകൊക്കെ നല്ലപോലെ ഇടാം. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മതി. ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു ചെറിയൊരു സവാള. പിന്നെ നമ്മൾ വഴറ്റുമ്പോൾ വീണ്ടും ഒരു സവാള, റോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും സവാള ചേർത്താൽ മതി. ഇപ്പോൾ സവാളയും 2 പച്ചമുളകും ഒക്കെ ഇട്ട് ഒരു 5-8 വിസിലിന് വേവിച്ചെടുക്കാം. ഇതൊരു റബ്ബർ പോലെയാണ്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പല്ലിന് ഇച്ചിരി കട്ടിയുള്ളവർക്കൊക്കെ തിന്നാൻ പറ്റും, പിള്ളേർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ്. സാധാരണ കറി പോലെ വെച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ. ഇതിപ്പം ഒരു ജാതിക്ക, അതിന് നല്ലൊരു മണമാണ്. നമ്മൾ ഇറച്ചിയിൽ ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഉളുമ്പ് മണം ഉള്ളതുകൊണ്ട് മണമൊക്കെ പോയി. എന്നാലും ആ ജാതിക്ക ഇട്ടൊന്ന് വേവാൻ വെച്ചാൽ അതിൻ്റെ മണമൊക്കെ മൊത്തം പോയി കിട്ടും. ഇതിപ്പോൾ നോക്കിയേ, കുറേ വിസിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് വെന്താലും ഒരു റബ്ബർ പരുവാണ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇതാ ഈ ഒരു പരുവം. ഇതിപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഉരുളിയിലോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉലുവ ആദ്യം പൊട്ടിക്കണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാളയൊക്കെ ആദ്യം ഇടാം, അല്ലെങ്കിൽ ഇത് പൊരിച്ചതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ആദ്യം പൊരിക്കാൻ ഇടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് പൊരിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഹാർഡാവുന്നതാണോ, ഇതെങ്ങനെയാണ് സാധാരണ വെച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മുന്നേ വെക്കാറുണ്ട്, കറിയായിട്ട് വെക്കുമ്പോൾ ഇത്രയും ഒരു ഹാർഡായിട്ട് തോന്നാറില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് സവാള